കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യയിൽ ഇന്ന് ഈ പേര് അറിയാത്തവരെ ആരുമില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. ഗുജറാത്തിലെ വഡോദരയിൽ ജനിച്ച സോഫിയ ഖുറേഷി ബയോടെക്നോളജിയിൽ ബിരുദം നേടുകയും 1994 ഇന്ത്യൻ സൈന്യത്തിന്റെ സിഗ്നൽ കോർപ്പിൽ ചേർന്ന് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വിദഗ്ധയായി മാറുകയും ചെയ്തു. 2006 യുണൈറ്റഡ് നേഷൻസ് കോങ്കോയിൽ നടത്തിയ പീസ് മിഷനിൽ പങ്കുചേർന്നുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുകയും 2016 ഇൻഡോ ഏഷ്യൻ സൈനിക അഭ്യാസമായ ഫോഴ്സ് 18 നേതൃത്വം കൊടുക്കുകയും ഇന്ത്യൻ സൈന്യത്തിലേക്ക് വനിതകൾക്കുള്ള പുതിയ വാതിലുകൾ തുറക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിലിൽ പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയെന്നോണം ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിക്കൊണ്ട് കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിൻ്റെ തന്നെ മുഖമായി മാറുന്നതായി നമ്മൾ കണ്ടു. യുണൈറ്റഡ് നേഷൻസ് മെഡൽ, ഓപ്പറേഷൻ വിജയ് മെഡൽ, ഓപ്പറേഷൻ പരാക്രം മെഡൽ, സൈന്യസേവാ മെഡൽ, വിദേശ സേവാ മെഡൽ, ഗാന്ധി സമാധാന പുരസ്കാരം 2019, ലോങ് സർവീസ് മെഡലുകൾ, ഇങ്ങനെ ഒട്ടനവധി അവാർഡുകളാണ് സോഫിയ ഖുറേഷി ഇതിനോടകം വാരിക്കൂട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഇന്ത്യൻ സേനയുടെയും ഇന്ത്യയുടെയും അഭിമാനമായി മാറിയ കേണൽ സോഫിയ ഖുറേഷിയെ പറ്റി കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഒരു BJP മന്ത്രി ഇവർ പാകിസ്ഥാന്റെ സഹോദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ വിവാദ പരാമർശങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. മതത്തിന്റെ പേരിലും മുസ്ലിം നാമധേയത്തിന്റെ പേരിലും ഇന്ത്യയുടെ അഭിമാനത്തെ ഇങ്ങനെ കൊത്തിക്കീറാൻ നിൽക്കുന്നവരോടാണ്. ഇന്ത്യയുടെയോ ഹിന്ദുവിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ അഭിമാനത്തിൻ്റെയോ ഒരു അട്ടിപ്പേർ അവകാശവും നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഇത് ഇന്ത്യയാണ്. കേണൽ സോഫിയ ഖുറേഷി ഞങ്ങളുടെ അഭിമാനവും. ജയ് ഹിന്ദ്.